അതിന് മുമ്പ് 2-3 പ്രസവിച്ച് പല കുഞ്ഞുങ്ങളെ അനാഥാലയത്തിൽ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പൊന്നൂസും മോട്ടനും അപ്പൊ കെട്ടാ മുട്ടി നിന്നപ്പോ സാധാരണ ഗൾഫിൽ നിന്ന് വിളിച്ചു വരുത്തി കെട്ടിയതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായി പോയി. അപ്പൊ ഞാന് ഈ പുള്ളിക്കാരിയെ വിളിച്ചിട്ട് ചോദിച്ചു ഒന്ന് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും, ഞാൻ ഇവിടെ ഉണ്ട്. ഞങ്ങളെ അങ്ങ് മുസ്ലിം തീവ്രവാദികളാക്കി. മുസ്ലിങ്ങളുടെ പണം വേണം എല്ലാത്തിനും, പക്ഷെ ഞങ്ങൾ തീവ്രവാദികളാണ്. സാലിയ ഷാജഹാൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ പൊന്നല്ലൂർ സെന്റ് തോമസ് സ്കൂളിന് എതിരെ പറഞ്ഞ ഒരു വീഡിയോ എന്ന് വെച്ചാൽ അവരെ മക്കൾ പഠിക്കുന്ന ഒരു സ്കൂളിനെതിരെ അവർ പറഞ്ഞ ഒരു വീഡിയോ ഇന്ന് വൻ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേരതിൽ അനുഭവങ്ങളും അതേപോലെ തന്നെ വളരെ സപ്പോർട്ടായിട്ട് കുറെ കമന്റുകളൊക്കെ ഇട്ട് ആ വീഡിയോ നല്ല രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഈ പറയുന്ന സാലിയ ഷാജഹാൻ അവരുടെ കുട്ടികൾ പഠിക്കുന്ന ആ സ്കൂളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു സ്കൂളിലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആ സ്കൂളുകളിൽ നടക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് വെച്ചാൽ ഇവരെ മക്കളെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ചില തട്ടിപ്പുകൾ ആ സ്കൂളിൽ ആനുവൽ ഡേ ആവട്ടെ, അല്ലാത്ത യൂത്ത് ഫെസ്റ്റിവലിനാവട്ടെ, ഇനി മറ്റുള്ള പല പരിപാടികളിലും ഇപ്പൊ ആ സ്കൂള് CBSE സ്കൂളിൽ പിള്ളേരെ പഠിപ്പിക്കുന്നത് എന്താണ്? ഇവരെന്നെ പറയുന്നുണ്ട് ഇവർ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇപ്പോഴും ഇംഗ്ലീഷ് ആണെങ്കിലും അർത്ഥം നോക്കാനാണെങ്കിലോ ചില വാക്കുകൾ കൂട്ടി വായിക്കാനാണോ വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ തന്റെ മക്കൾക്ക് അതെല്ലാ പേരൻസും ചിന്തിക്കുന്നത് അങ്ങനെയല്ലേ, നമ്മുടെ മക്കള് നമ്മളെക്കാൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നും ഇംഗ്ലീഷ് ആണെങ്കിലും മറ്റേത് ലാംഗ്വേജ് ആണെങ്കിലും അതേപോലെ തന്നെ മറ്റു നല്ല നല്ല കഴിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെയാണ് പലപ്പോഴും ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് മാറ്റിയിട്ട് ഇതുപോലെ കൊള്ളത്തട്ടിപ്പ് നടത്തുന്ന പല CBSE സ്കൂളുകളിലും അറിഞ്ഞുകൊണ്ട് തന്നെ കൊണ്ട് ചേർക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ മക്കളുടെ മുന്നോട്ടുള്ള ഭാവിയെ കുറിച്ച് ഓർത്തിട്ടാണ്. എന്നാൽ അതേ സ്കൂളിൽ തന്നെ ഈ പറയുന്ന കുഞ്ഞുങ്ങളുടെ ഭാവിയും ആരോഗ്യവും ഇല്ലാണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ കാണുമ്പോൾ ആന മുട്ടിക്കഴിഞ്ഞാൽ ചേരയും കടിക്കും. ഇവർ തന്നെ പറയുന്നുണ്ട് ചവിട്ടിയാൽ കടിക്കാത്ത പാമ്പില്ലെന്ന്. അത് തന്നെയാണ് ഇന്ന് സാലിയ ഷാജഹാൻ എന്ന് പറയുന്ന ഈ യൂട്യൂബർ ചെയ്തിരിക്കുന്നത്. ഇവരെ മക്കൾക്ക് ആ സ്കൂളിൽ നിന്നുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ ഇവർ എണ്ണി പറയുന്നുണ്ട്. 50 മിനിറ്റിന്റെ ഒരു വീഡിയോ അവർ ആദ്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആനുവൽ ഡേക്ക്, യൂത്ത് ഫെസ്റ്റിവലിന്, ഇനി ആ സ്കൂളിലത്തെ സ്വിമ്മിംഗ് പൂളിൽ നിന്നും ആ കുട്ടിക്ക് ഉണ്ടായത് എന്ന് വെച്ചാൽ ഇവരെ ഒരു പെൺകുട്ടിയുണ്ട്. ആ സ്വിമ്മിംഗ് പൂളിൽ സ്വിമ്മിങ്ങിന് ഈ പറയുന്ന 3rd റാങ്ക് വരെ നേടിയ ആ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ ആ കുട്ടിയുടെ മുടി വരെ ആ സ്വിമ്മിംഗ് പൂളിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാത്തതുകൊണ്ട് കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. ഇപ്പോൾ പോലും ഇവർ പറയേണ്ട ആ കുട്ടിക്ക് ആ കൊഴിഞ്ഞു പോയ അവിടുത്തെ മുടി പോലും ഇപ്പോഴും വന്നിട്ടില്ല. അതേപോലെ തന്നെ ഓരോന്ന് ഇവർ എണ്ണി പറയേണ്ടത്. എന്തുകൊണ്ട് ഈ സ്കൂളിൽ സത്യം പറഞ്ഞാൽ ഇവര് പലത് കണ്ടിട്ടും ഇവർ സൈലന്റ് ആയിട്ടിരുന്നാണ്. തന്റെ കുട്ടികളുടെ ഭാവിയെ കുറിച്ച് ഓർത്തിട്ട് തന്റെ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് എന്നതുകൊണ്ട് ഇവർ പലതും സൈലന്റ് ആയിട്ട് നിന്നിട്ട്, പക്ഷെ പോകെ ഇവർ ഈ പറയുന്ന പോലെ തന്നെ ഈ സ്കൂളുകാർ ഇവരെ തീവ്രവാദികൾ പോലെ ആക്കുക. അതേപോലെ തന്നെ ഇവരെ ഭർത്താവിനെയും വെച്ച് മോശമായ കാര്യങ്ങൾ പടച്ചു വിടുക. പല രീതിയിൽ ഇവർക്കെതിരെ ഈ പറയുന്ന സ്കൂളുകാരുടെ പ്രവർത്തികൾ വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇവർ ആ കുട്ടികളെയും കൊണ്ട് അവർ വേറെ സ്കൂളിലേക്ക് മാറാൻ ആഗ്രഹിച്ച് തീരുമാനിച്ച് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കിയതിന് ശേഷമാണ് ഇവരിപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇവർ ഈ ഒരു വീഡിയോ ഇട്ടു. ഈ വീഡിയോ നല്ല രീതിയിൽ വൈറലായപ്പോൾ ഈ സ്കൂളുകാരുടെ ഭാഗത്ത് നിന്നിട്ടും ഈ സ്കൂളുകാർ പറഞ്ഞിട്ട് പോലീസുകാർ മുതൽ വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ചില ആൾക്കാരെ കൊണ്ട് പോലും ഈ സാലിയ ഷാജഹാനെ ഫോൺ കോൾ വഴി പോലീസുകാരെ ഭീഷണി, ഇതേപോലെ തന്നെ മറ്റു ചിലർക്ക് ഈ നമ്പറുകൾ ഷെയർ ചെയ്തിട്ട് അനാവശ്യമായ രീതിയിലുള്ള സംസാരിച്ച് തളർത്താൻ ശ്രമിക്കുകയാണ്. എന്തുകൊണ്ട്? തൻ്റെ മക്കൾക്ക് ഇത്രയും പൈസ കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു സ്കൂളിൽ നിന്നിട്ട് മോശം അനുഭവം ഉണ്ടായതിനെ കുറിച്ച് പുറത്ത് പറഞ്ഞിട്ട് എന്തായാലും സാലിയ ഷാജഹാൻ ഒരുപാട് വിഷയം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം. നമുക്ക് പല പേരൻസും ഈ സ്കൂളിൽ നിന്ന് TC മേടിച്ചിട്ട് പോയ പല പേരൻസിനും അറിയാവുന്ന ഒരു സത്യമാണ് ഞാനിപ്പോ ഈ പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മക്കളെ, നിങ്ങളുടെ മക്കളെ, നിങ്ങൾ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന എത്രയോ പേരൻസ് ഉണ്ട്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒന്ന് അടുത്ത് വിളിച്ചിരുത്തി എഴുതിപ്പിച്ച് നോക്കുക. ഒരു ഇംഗ്ലീഷ് സെന്റൻസ്, ഒരു പാരഗ്രാഫ് നിങ്ങളുടെ മക്കൾ എഴുതുന്നുണ്ടോ, മലയാളം സെന്റൻസ് പാരഗ്രാഫ് ആക്കി നിങ്ങളുടെ മക്കൾ എഴുതുന്നുണ്ടോ നോക്കണം. പക്ഷെ അങ്ങനെ എഴുതാത്ത എത്രയോ കുട്ടികൾ അവിടെ എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കുന്നു, പ്രോഗ്രസ് കാർഡിൽ മാർക്ക് കിട്ടുന്നു. അപ്പൊ നമുക്കറിയാം നമ്മുടെ മക്കൾ എത്രത്തോളം പഠിക്കുന്നുവെന്ന്. പിന്നെ എങ്ങനെയാണ് ആ പരീക്ഷയിൽ മക്കൾ ഫുൾ മാർക്ക് മേടിക്കുന്നത്? ഇംഗ്ലീഷ് സെന്റൻസ് ഫുൾ ആയിട്ട് ഒരു പാരഗ്രാഫ് എഴുതാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് അതേ പാരഗ്രാഫ് എക്സാമിന് എഴുതി വെക്കുന്നത്? എങ്ങനെയാണ് അവർ മാർക്ക് മേടിക്കുന്നത്? അവരെടുത്ത ക്വസ്റ്റിന് അതുപോലെ തലേന്ന് ട്യൂഷൻ ക്ലാസ് എന്ന വ്യാജേന, റെമഡിയൽ ക്ലാസ് എന്ന വ്യാജേന ബോർഡിൽ എഴുതിയിട്ട് കൊടുക്കുകയാണ്. അതേ എക്സാമിന് വരുന്ന അതേ ക്വസ്റ്റ്യനുകൾ കുഞ്ഞുങ്ങൾ ഫുൾ മാർക്ക് മേടിക്കുന്നു. അപ്പോ ഞാനടക്കമുള്ള വിഡ്ഢിയായ പേരൻസ്, ഞാനടക്കമുള്ള വിഡ്ഢിയായ രക്ഷകർത്താക്കൾ വിചാരിക്കുന്നത് നമ്മുടെ മക്കൾ വലിയ പഠിത്തം. ആകാശമിട്ടായി എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ആ സ്കൂളിൽ ആ സിനിമയിൽ ഒരു സ്കൂളും ആ സ്കൂളിന്റെ പ്രവർത്തികളെ കുറിച്ച്, ഇതുപോലെ പ്രൈവറ്റ് സ്കൂളിലെ പ്രവർത്തികളെ കുറിച്ച് കാണിക്കേണ്ടത് കൃത്യമായിട്ടാണ്. അതേപോലുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ സാലിയ ഷാജഹാൻ എന്ന് പറയുന്ന ഈ യൂട്യൂബർ അല്ലെങ്കിൽ ഒരമ്മ നേരിടേണ്ടി വന്നത്. ഇപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട് ഒരുപാട് പേരൻസിന് അറിയാവുന്ന കാര്യം, എന്നിട്ടും അവരിത് ശബ്ദിക്കാത്തതിന്റെ കാരണം എന്താണ്?
എന്താണ് തന്റെ മക്കൾ അവിടെ പഠിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് ആവട്ടെ, ടീച്ചർമാരാവട്ടെ, ആ കുട്ടികളെ കാണുന്ന ആ രീതിയിലാണ്. ഇപ്പൊ ഈ പറയുന്ന സാലിയ ഷാജഹാൻ തന്നെ അവിടെ ആനുവൽ ഡേക്ക് ഒരു ഡ്രസ്സിന്റെ കാര്യം പറയുകയും ആ ഡ്രസ്സിന് അത്തരം വിലയായിട്ടില്ല എന്നതിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തതിനു ശേഷം ആ കുട്ടികളെ എന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികളാണ്, കുരുന്നുകളാണ്, ഈ കുരുന്നുകളെ പോലും ഡ എന്ന രീതിയിലും അതേപോലെ തന്നെ മതത്തിന്റെ പേരിലും ആ കുട്ടികളെ വേർതിരിച്ച് കാണിക്കുകയാണ് അവിടുത്തെ ടീച്ചർമാര്. മനസ്സിലായ? ഇതിൽ തന്നെ പറയുന്നുണ്ടല്ലേ, 100% വിജയം കാണിക്കാനോ അല്ലെങ്കിൽ 100% മാർക്ക് ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടെന്ന് കാണിക്കാനും വേണ്ടി എക്സാമിന്റെ തലേദിവസം പോലും ഈ ചോദ്യ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻസുകൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അത് ഈ പറയുന്ന മാതാപിതാക്കളെ അറിയാം തന്റെ കുട്ടികളുടെ വിവരവും അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് എത്രത്തോളം വിദ്യാഭ്യാസവും ആ കുട്ടികൾക്ക് എത്രത്തോളം കഴിവുണ്ടെന്നുള്ളത്. അപ്പൊ ആ വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ മറ്റുള്ള സമയങ്ങളിൽ ആ കുട്ടികൾക്ക് വായിക്കാനോ എഴുതാനോ പറ്റാത്ത ഇംഗ്ലീഷ് ആവട്ടെ മറ്റു ലാംഗ്വേജുകളാവട്ടെ എക്സാമിന്റെ സമയത്ത് 100% മാർക്കാണ് കിട്ടുന്നത്. കാര്യം അന്വേഷിച്ച് വന്നപ്പോൾ എന്താണ് ഈ പറയുന്ന എക്സാമിന്റെ തലേദിവസം ട്യൂഷനാണ്, അതാണ് ഇതാണ് വാങ്ങേണ്ട തേങ്ങയെന്ന് പറഞ്ഞിട്ട് ഈ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസറുകൾ എഴുതി അത് മാത്രം പഠിപ്പിച്ചിട്ട് എക്സാമിന് ആ പിള്ളേരെ കൊണ്ട് എഴുതിക്കുകയാണ്. എന്താ അവസ്ഥയാണ്? സ്കൂളിന്റെ പേര് നിലനിർത്താൻ വേണ്ടി കുട്ടികളുടെ ഭാവി ഇല്ലാണ്ടാക്കുന്ന ഒരു ചെകുത്താമാര സ്കൂള്, അങ്ങനെ തന്നെ പറയാം. ഈ പന്ന ആൾക്കാരെ എല്ലാം കൂടി പഠിച്ചവൻ ഒരുമിപ്പിച്ച് കൂട്ടുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതാണ് ഈ സ്കൂളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എത്ര സ്കൂളുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് അയൽക്കൂട്ടം ടീം എന്ന് പറഞ്ഞൊരു സംഭവം? നമ്മൾ പറയാറുണ്ട് അയൽവക്കത്തെ പെണ്ണുങ്ങളെല്ലാം കൂടെ കൂടി ഇരുന്ന് സംസാരിച്ച് അപ്പുറം ഇപ്പുറമുള്ള കൊതി എന്ന് പറയും പറയുന്നതാണ്. അതാണ് ആ സ്കൂളിൽ നടക്കുന്നത്. കുറച്ച് ഒരു പേരൻസ് അവിടെ ആ സ്കൂളിൽ +1 +2 വേറെ എങ്ങും അഡ്മിഷൻ കിട്ടാതെ പഠിച്ച് കുറച്ച് 2-3 പേരൻസ് ഉണ്ട്. അവരൊത്തുകൂടി അവിടെ പ്രിൻസിപ്പളിന്റെ മടിയിലിരിക്കാം, മാനേജറിന്റെ മടിയിലിരിക്കാം. അവർക്ക് വേറെ പേരൻസ് എല്ലാം കൊച്ചു കുഞ്ഞുങ്ങളെയും കാത്ത് ഗേറ്റിന്റെ അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ 1-2 പേരൻസ് മാത്രം അവിടെ ടീച്ചേഴ്സിന്റെ റൂമിൽ ഇരുന്ന് കളിയും ചിരിയും കഴിഞ്ഞിട്ട് പിള്ളേരെ വിളിച്ചുകൊണ്ട് ഇറങ്ങി വരും. ഏത് സ്കൂളിലാണ് അങ്ങനത്തെ ഫ്രീഡം കൊടുക്കുന്നത്? പേരൻസ് ഒളിഞ്ഞും തെരഞ്ഞുമാണ് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ആർക്കും നേരിട്ട് പറയാനുള്ള ധൈര്യമില്ല. ഞാനും ഒന്നും മിണ്ടാതെ എന്റെ മക്കളെയും വിളിച്ചുകൊണ്ട് ഞാൻ പോയേനെ. ഈ പറയുന്ന പോലെ പൊന്നൂസും ഇംഗ്ലീഷ് പാരഗ്രാഫുകൾ അത്യാവശ്യം നമ്മൾക്ക് അറിയാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ടാലന്റ്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ കുഞ്ഞിനെ എഴുതാൻ അറിയാത്ത കാര്യങ്ങൾ വരെ എക്സാമിന് എഴുതി പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കുന്നു. ഇങ്ങനെ പല കുഞ്ഞുങ്ങളെ പേരൻസ് നമ്മുടെ അടുത്ത് കംപ്ലൈന്റ് പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ എന്റെ മക്കളുടെ ഭാവി ഓർത്ത് എന്റെ കുഞ്ഞുങ്ങളെയും TC മേടിച്ച് ഞാൻ ഒരു വഴിക്കങ്ങ് പോയേനെ. പക്ഷേ ഈ നടന്ന സംഭവം നിങ്ങൾ അറിയണം. പറയാതെ പോയ പല കുഞ്ഞുങ്ങളും എത്രയോ പേരൻസ് കഷ്ടപ്പെട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ CBSE സിലബസ് പഠിച്ചോട്ടെ എന്ന് കരുതി. സത്യം പറഞ്ഞാൽ ഇതിന് മെയിൻ കുറ്റവാളികൾ അല്ലെങ്കിൽ മെയിൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായ കുറെ ഇതാണ് ഫാമിലിയാണ്, പേരൻസ് ആണ്. എന്നുവെച്ചാൽ അവിടെ മുൻപ് പഠിച്ചു പോയ കുറെ പേരൻസിന് ഇപ്പോഴും ആ സ്കൂളിൽ വലിയ സ്ഥാനങ്ങളുണ്ട്. ഈ പറയുന്ന പോലെ തന്നെ മാനേജ്മെന്റിലാവട്ടെ അല്ലെങ്കിൽ പ്രിൻസിപ്പാളിന്റെ പോലും മടി കയറിയിരിക്കാൻ അത്ര സ്വാതന്ത്ര്യം കൊടുത്ത കുറെ പേരൻസ് ആണ് സത്യം പറഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതലും കൈയെടുത്തിട്ടേക്കാണ്. എന്ന് വെച്ചാൽ ഈ കുട്ടികളുടെ ലൈഫിൽ ജീവിതത്തിൽ വളരെ മോശമായിട്ട് ഇന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താണ്? ഈ പൂർവ്വ വിദ്യാർത്ഥികളായ പേരൻസുകളാണ്. ഇപ്പൊ ഇവരെന്നെ പറയുന്നുണ്ട് ആനുവൽ ഡേക്കും അതേപോലെ തന്നെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ഈ പറയുന്ന പൂർവ്വ വിദ്യാർത്ഥികളായ പേരൻസും അതേപോലെ തന്നെ ഈ മാനേജ്മെന്റിനായിട്ട് അടുപ്പമുള്ള ഫാമിലികളും അല്ലെങ്കിൽ പേരൻസുകളുമാണ് അവിടെ സത്യം പറഞ്ഞാൽ മുൻപിൽ നിൽക്കണത്. കഷ്ടപ്പെട്ട് പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് പോലും അവിടെ അവസരങ്ങൾ കൊടുക്കാതെ ഈ പറയുന്ന അയൽക്കൂട്ടം ടീമുകളുണ്ടല്ലോ അവരുടെ മക്കൾക്കും അതുപോലെ തന്നെ അവിടെ ഉള്ള ടീച്ചർമാരുടെ മക്കൾക്കും മാത്രം ചാൻസ് കൊടുക്കുന്നു, സ്ഥാനം കൊടുക്കുന്നു, പ്രോത്സാഹനം കൊടുക്കുന്നു, അതേപോലെ തന്നെ അവസരങ്ങൾ കൊടുക്കുന്നു. അതൊക്കെയാണ് ഇപ്പോൾ ഈ പറയുന്ന സാലിയ ഷാജഹാൻ പറയുന്നത്. കേട്ടോ, ഈ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു സംഭവം വരും. യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന സംഭവം വരുമ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ പോയി പേര് കൊടുക്കും. ആ പേര് കൊടുക്കുന്നതിന് ഹൗസ് ബേസ് അനുസരിച്ചിട്ട് കുഞ്ഞുങ്ങളെ 2-3 ആഴ്ച മുമ്പേ പാടിപ്പിച്ച് നോക്കിയിട്ട് ഇവർ അതിൽ നിന്ന് ഒരു 10-15 പിള്ളേരെ അവർ സെലക്ട് ചെയ്യും. അതിൽ സെലക്ട് ചെയ്യുന്നത് മൊത്തം ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ കൊച്ചുമക്കളോ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ മക്കളോ അതല്ലെങ്കിൽ അവരോട് ചേർന്നിരിക്കുന്ന പേരൻസിന്റെ മക്കളോ ആണ്. 1-2 മാസം കുത്തിയിരുന്ന് ഇംഗ്ലീഷിന്റെ റെസിറ്റേഷൻ, ഹിന്ദി റെസിറ്റേഷൻ, മലയാളം കവിതയും പഠിച്ചുകൊണ്ട് പോകുന്ന കുഞ്ഞുങ്ങളെ ഇവർ സെലക്ട് ചെയ്യത്തില്ല. എന്നിട്ട് ഞാൻ എന്റെ മോനൂട്ടനും പൊന്നൂസും കവിത, മലയാളം റെസിറ്റേഷനും ഇംഗ്ലീഷ് റെസിറ്റേഷൻ ഒക്കെ പറയാൻ പോയി ഇരുന്ന സമയത്ത് ഞാൻ അത്ഭുതപ്പെടുവാണ്. ARM പാട്ടാണ് പാടുന്നത്, അങ്ങ് വാന കോണില്. ഇതിനൊക്കെയാണ് സമ്മാനം കൊടുക്കുന്നത്. കവിതയൊക്കെ 1 മാസം പഠിച്ചുകൊണ്ട് പോയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു വിലയും കൊടുക്കുന്നില്ല. 2 മാസം മുമ്പ് അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പേ കുഞ്ഞുങ്ങളെ പാടിപ്പിച്ച് നോക്കുന്നു. ആ സമയം ഈ സ്റ്റേജിൽ കയറി 10-15 മിനിറ്റ് മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ ആ കുഞ്ഞുങ്ങളെയൊക്കെ എങ്ങനെ സെലക്ട് ചെയ്തെന്ന് ഞാൻ അന്തം വിട്ട് നോക്കിയിട്ടുണ്ട്. പഠിച്ച കുഞ്ഞുങ്ങളെ ലാസ്റ്റ് ഒരു ലൈൻ പറഞ്ഞില്ല എന്നുള്ള പേരിലൊക്കെ റിജക്ട് ചെയ്ത് കളയും കവിത പാടുന്ന. സത്യമാണ്. ഇതിലും ഭേദം സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റ് സ്കൂളുകാരാണ്. കാരണം എന്താ വെച്ചാൽ പേര് കൊടുക്കുന്ന എല്ലാ കുട്ടികളെ സ്റ്റേജിൽ കയറ്റം ചെയ്യും. ഇനി
ഒന്നും കിട്ടിയില്ലെങ്കിൽ പ്രോത്സാഹന സമ്മാനമായിട്ടെങ്കിലും ആ കുട്ടികളെ നാളെ മുന്നോട്ട് വരാൻ വേണ്ടിയുള്ള ഒരു പ്രോത്സാഹനമായിട്ട് സമ്മാനങ്ങൾ കൊടുക്കും. ഇത് ഈ പറയുന്ന പോലെ കഷ്ടപ്പെട്ട് പഠിച്ചു പോയ കുട്ടികളെ പോലും സ്റ്റേജിൽ കയറ്റാതെ അല്ലെങ്കിൽ അവരെ പുറത്താക്കിയിട്ട് ഒരു ബോധവും ഇല്ലാത്ത വിവരവും ഇല്ലാത്ത കുട്ടികളെ ആ പേരൻസിന്റെയും ടീച്ചേഴ്സിന്റെയും കാരണം ആ പിള്ളേരെ കയറ്റിയാണ്. അതേപോലെ തന്നെ ആനുവൽ ഡേക്ക് ഈ പറയുന്ന സ്കൂളുടെ ഉടായ്പകളെ കുറിച്ചും പറയുന്നുണ്ട്. അതും കൂടി കേൾക്ക്. ആനുവൽസറി വരുമ്പോ സ്കൂൾ മാനേജ്മെന്റ് ആണ് ആനുവൽ ഡേ നടത്തേണ്ടത്. ഇത് ഒരു കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് 600 രൂപയാണ് ഫീസ് മേടിക്കുന്നത്. 600 രൂപ വാങ്ങുന്ന ഫീസിൽ 20 ലക്ഷത്തിന് സ്റ്റേജ് ഒരുക്കുവാണെന്നൊരു വ്യാജേന ആനുവൽ ഡേ നടത്തും. വിഡ്ഢികളായ, ഞാൻ അടക്കമുള്ള വിഡ്ഢികളായ കുറെ പേരൻസ് നമ്മുടെ മക്കൾ മിനുക്ക് ഡ്രസ് ഇട്ട് വരുമ്പോൾ പോയി നിൽക്കുവാണ്. ഒരു അകത്തിടുന്ന ഒരു ഡ്രസ്സ്, കറുത്ത ഫുൾ കൈ ഡ്രസ്സ്, പാന്റ്, ഇത് നമ്മൾ മേടിച്ചോണ്ട് പോകണം. ഇവര് തരുന്നത് 1200 രൂപ. നമ്മളൊരു ഡാൻസിന് പൈസ കൊടുക്കുവാണ്, കോസ്റ്റ്യൂമിന്. ഒരു മിനുക്ക് കോട്ടാണ് തരുന്നത് 1200 രൂപ. പാട്ട് പാടാൻ വേണ്ടി 15 കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്യും. അതിന് 800 രൂപ ഫീസാണ് മേടിക്കുന്നത് ഒരു ഫ്രോക്കിന്. ആ ഫ്രോക്കിന്റെ ബാക്ക് വശത്തെ പൈസ ഇവരെ ഇളക്കി കളഞ്ഞു. 460 രൂപ ഒരു ഫ്രോക്കിന്. പക്ഷെ താഴെ വന്ന പൈസ ഇവരെ ബില്ല് ഇളക്കി കളയാൻ മറന്നുപോയി. അപ്പൊ ഞാൻ എന്റെ പൊന്നൂസിനെ ഒരുക്കുന്ന സമയത്താണ് ഇത് കണ്ടത്. 800 രൂപ ഒരു ഫ്രോക്കിന് മേടിച്ചു, 460 രൂപ ആയിട്ടുള്ളൂ. 15 കുട്ടികളുടെ മേടിക്കുമ്പോൾ എത്ര രൂപ ലാഭം വരുന്നുണ്ട്? പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. സത്യം പറഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ ഓരോ പ്രോഗ്രാമിന് വേണ്ടിയൊക്കെ കോസ്റ്റ്യൂംസ് ഒക്കെ സ്കൂളുകളിൽ നിന്നാണ് കൊടുക്കണമെങ്കിൽ പരമാവധി പറഞ്ഞ 10-20 രൂപ ഒക്കെ ഈ സ്കൂളുകാർ വെട്ടിക്കാറുണ്ട്. ഇല്ലെന്നൊന്നല്ല, എല്ലായിടത്തും നടക്കുന്ന സംഭവമാണ്. ഈ കാര്യം ചോദ്യം ചെയ്തു അല്ലെങ്കിൽ ഈ കാര്യം ഈ പറയുന്ന സ്കൂളിന്റെ മാനേജ്മെന്റിനെ ഒന്ന് അറിയിച്ചതിന്റെ പേരിലാണ് സത്യം പറഞ്ഞാൽ ഇവരെ കുട്ടികളോട് പോലും ഈ ടീച്ചർമാർ വളരെ മോശമായിട്ട്, കുട്ടികളാണ്, കുഞ്ഞുങ്ങളാണ്, അവർക്ക് കൊടുക്കേണ്ട ഒരു റെസ്പെക്ട് ഉണ്ട്, അല്ലെങ്കിൽ അവരോട് കാണിക്കേണ്ട ഒരു അനുകമ്പയുണ്ട്. ഇതൊന്നും കാണിക്കാ, എന്താടാ ഇങ്ങോട്ട് വാടാ എന്നൊക്കെയുള്ള രീതിയിൽ കുഞ്ഞുങ്ങളോട് പോലും അത്രത്തോളം റാഷായിട്ട് അല്ലെങ്കിൽ അത്രത്തോളം ഒരു വൃത്തിയായിട്ട രീതിയിലാണ് ടീച്ചർമാർ പെരുമാറുന്നത്. അതേപോലെ തന്നെ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെ വിദ്യാഭ്യാസ യോഗ്യതയെ കുറിച്ച് പോലും സാലിയ പറയുന്നുണ്ട്. കാരണം ഹിന്ദി പഠിപ്പിക്കുന്ന ടീച്ചറിനോട് ഈ കുട്ടി ഹിന്ദിയിലുള്ള കാര്യങ്ങൾ ചോദിച്ചു ടീച്ചർക്ക് അറിയില്ല പറഞ്ഞു കൊടുക്കാൻ. എന്തുകൊണ്ടാണ് ഈ പറയുന്ന മാനേജ്മെന്റിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ അവിടെ പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥികളിൽ പെട്ട ആരെങ്കിലും ഒക്കെ ആയിരിക്കാം ഇപ്പൊ അവർ ടീച്ചറായിട്ട് നിർത്തിയേക്കണം. ടീച്ചർക്ക് കൃത്യമായിട്ടുള്ള അറിവില്ല, പിള്ളേരെ പഠിപ്പിക്കാനുള്ള അറിവില്ലാത്ത ടീച്ചർമാരെ അവിടെ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ പിള്ളേർക്ക് അറിയാത്ത നോർമൽ ഡേയ്സുകളിൽ പോലും കൂട്ടി വായിക്കാൻ പറ്റാത്ത ഇംഗ്ലീഷ് വാക്കുകൾ അല്ലെങ്കിൽ മറ്റുള്ള പാരഗ്രാഫുകൾ ഈ എക്സാമിന്റെ ദിവസം മാത്രം കുട്ടികൾക്ക് 100% മാർക്കോടുകൂടി ജയിക്കുന്നു. അത് ഇങ്ങനെ ഒരുപാട് അലിഗേഷൻ ഇവർ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് വേറെ അലിഗേഷൻ അല്ല, ഓരോ പറയില്ലേ, നമ്മൾ പറയാല്ലേ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് നാളത്തെ വാഗ്ദാനങ്ങളാണെന്നാണ് പറയുന്നത്. ഇതുപോലെയുള്ള സ്കൂളുകളിൽ പോയി പഠിക്കുമ്പോൾ ആ കുട്ടികളുടെ ഉള്ള കഴിവ് പോലും ഈ പറയുന്ന സ്കൂളുകളിൽ ഇല്ലാണ്ടാക്കണേ. ചെറിയ പൈസ കൊടുത്തൊന്നല്ല ഈ പിള്ളേർ പഠിക്കുന്നത്. സ്വിമ്മിങ്ങിനാവട്ടെ അല്ലെങ്കിൽ ഓട്സ് റൈഡിനാവട്ടെ, ഇതിനൊക്കെ 7000 അതിനും മേലെ എമൗണ്ട് കൊടുത്തിട്ട് മാസം എമൗണ്ട് കൊടുത്തിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ പറയുന്നത് സ്വിമ്മിംഗ് പൂളിൽ ഈ കുട്ടി എന്ന് വെച്ചാൽ ഇവരുടെ മോൾക്ക് 3rd റാങ്ക് ഒക്കെ ഉണ്ട്, സ്ഥാനമുണ്ട്. എന്നിട്ട് പോലും ഈ പറയുന്ന ഏതെങ്കിലും ഒരു പരിപാടിയിൽ ഫോട്ടോസും ഫ്ലെക്സും കാര്യങ്ങളും വെക്കുമ്പോൾ അവിടെ ഈ സ്വിമ്മിങ്ങിന് പോലും ഇല്ലാത്ത കുട്ടികളെ കാണാൻ ക്യൂട്ടായിട്ടൊക്കെ തോന്നുന്ന കുട്ടികളെ ഫോട്ടോസാണ് സത്യം പറഞ്ഞാൽ ഇവർ വെക്കുന്നത്. ഈ പറയുന്ന ഇവരുടെ അവിടെ അല്ലെ മറ്റുള്ള കുട്ടികളുടെ ഒന്നും ഫോട്ടോസ് ഒരു പരിപാടിയിൽ ഒരു ഫ്ലെക്സിൽ വെക്കാതെ കാണാൻ കൊള്ളാവുന്നതും അല്ലെങ്കിൽ ഈ പറയുന്ന എന്ത് വിഷയത്തിലാണ് ഫ്ലെക്സ് അടിക്കുന്നത് ആ വിഷയത്തിൽ ഇല്ലാത്ത കുട്ടികളുടെ ഒക്കെ ഫോട്ടോസ് അല്ലെങ്കിൽ ഈ പറയുന്ന പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള മാനേജ്മെന്റിനോട് അടുപ്പമുള്ള അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന ടീച്ചർമാരൊക്കെ മക്കളുടെ മാത്രം ഫോട്ടോസ് വെച്ചിട്ടൊക്കെയാണ് ഇവർ ഫ്ലെക്സും കാര്യങ്ങളും അടിക്കുന്നത്. ഈ പാവപ്പെട്ട പേരൻസിൻ്റെ പിഴിഞ്ഞ് കാശുണ്ടാക്കിയിട്ട് അവരുടെ മക്കൾക്ക് കൊടുക്കേണ്ട ഒരു സ്ഥാനം സത്യം പറഞ്ഞാൽ ആ മക്കളുടെ നിന്ന് ഇത്ര എമൗണ്ട് ഉണ്ടാക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആ മക്കളോട് ഇവർ അത്രത്തോളം റെസ്പെക്ട് കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ ആ പിഴിയാണ് മക്കളാ. ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചതിന് സത്യം പറഞ്ഞാൽ അഭിമാനമാണ് തോന്നുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അവിടെ ഇല്ല. പണ്ടൊക്കെ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കാത്തതിനെ വിടാത്തതിന് കാരണം എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിൽ തന്നെ 10-40 പിള്ളേർ മേലിടാവും. അപ്പൊ എല്ലാ പിള്ളേരും ടീച്ചർമാർക്ക് ശ്രദ്ധിക്കാൻ പറ്റൂല. ഞങ്ങളുടെ മക്കൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, ഇംഗ്ലീഷ് പഠിക്കണം, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രൈവറ്റ് ആയിട്ടും CBSE ആയിട്ടും ഇങ്ങനെ പല സ്കൂളുകളിലും കൂടി ചേർക്കുന്നത്. ഇന്ന് ഒരു CBSE സ്കൂളിൽ 10-20 കുട്ടികളാണെങ്കിൽ പോലും ആ കുട്ടികളെ പോലും തരം തിരിച്ചിട്ടാണ് ഈ ടീച്ചർമാർ കാണുന്നത്. കുട്ടികളെ ഭാവി ഇല്ല വേണ്ടിയാണ്. ഇന്നിപ്പോ ഈ പറയുന്ന പൊന്നല്ലൂർ ഈ സ്കൂളിൽ നിന്നിട്ട് സെന്റ് തോമസ് സ്കൂളിൽ നിന്നിട്ട് ഈ പറയുന്ന സാലിയ ഷാജ എന്ന് പറയുന്ന കുട്ടിയുടെ ആരോഗ്യത്തിന് പോലും ആ സ്കൂള് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നതാണ് സത്യം പറഞ്ഞാൽ ഇവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിനെക്കുറിച്ച് ഇവർ സംസാരിച്ച് കഴിഞ്ഞപ്പോ പോലീസിനെ കൊണ്ട് മാത്രമല്ല ഒരുമാതിരി തെരുവ് തണ്ടികളെ കൊണ്ട് പോലും വിളിച്ച് ഇവരെ തളർത്താൻ ശ്രമിക്കുന്ന രീതിയിലാണ് ഈ മാനേജ്മെന്റ് ചെയ്യുന്നത്.
ഓക്കെ, സത്യം പറഞ്ഞാൽ ഇവർ പോലും പ്രതീക്ഷിക്കാത്ത അത്രത്തോളം സപ്പോർട്ട് ഈ വിഷയത്തിൽ ഇവർ വീഡിയോ ചെയ്തപ്പോൾ ഇവർ കിട്ടിയിട്ടുണ്ട്. അതിന് ഇവർക്ക് സത്യം പറഞ്ഞാൽ തന്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിനെ കുറിച്ച്, ആ സ്കൂളിൽ നടക്കുന്ന ഇത്രയും ഉഡായ്പകള് അലിഗേഷനെ കുറിച്ച് ഇവർ പറഞ്ഞതിൽ ഇവരോട് നല്ല റെസ്പെക്ട് ഉണ്ട്. പിന്നെ ഈ രേണുസുധിയുടെ മറ്റു വിഷയങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് റെലവെന്റ് ആയ വിഷയങ്ങൾ കൂടി സംസാരിച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, മറ്റൊരു വീഡിയോ കാണാം. ബൈ.